അപ്പോൾ ഹെൻറി ഫയൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അംഗീകരിച്ച പ്ലാനുകൾക്കും നൽകിയ നിർദ്ദേശങ്ങൾക്കും നിശ്ചിത തത്വങ്ങൾക്കും അനുസരിച്ച് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ നിയന്ത്രണത്തിൽ പെടുന്നു. ദൗർബല്യങ്ങളും തെറ്റുകളും അവ തിരുത്താൻ വേണ്ടിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും ചൂണ്ടിക്കാട്ടുക എന്നതാണ് നിയന്ത്രണത്തിൻ്റെ ലക്ഷ്യം. അതായത് പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ അംഗീകരിച്ച പ്ലാനുകൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ പോകുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? ദൗർബല്യങ്ങളുണ്ടാവും, തെറ്റുകളുണ്ടാവും. അവ തിരുത്താൻ വേണ്ടിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയും ചൂണ്ടിക്കാട്ടുക എന്നതാണ് ഈ കൺട്രോളിങ്ങിൻ്റെ, നിയന്ത്രണത്തിൻ്റെ ലക്ഷ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്കടുത്തത് നോക്കാം നിയന്ത്രണത്തിൻ്റെ സവിശേഷതകൾ. നിയന്ത്രണം ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ്, സംശയമില്ല. ഒരു സ്ഥാപനം ഒരു ലക്ഷ്യത്തെ തീരുമാനിക്കുന്നു. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഏത്? ഒരു ധർമ്മമാണ് നിയന്ത്രണം എന്നുള്ളത്. ലക്ഷ്യമില്ലെങ്കിൽ അവിടെ എന്തില്ല? നിയന്ത്രണമില്ല. ലക്ഷ്യമില്ലെങ്കിൽ അവിടെ എന്തില്ല? നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. ലക്ഷ്യമില്ലാതെ അവിടെ നിയന്ത്രണം ഉണ്ടാകുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെയോ, നിയന്ത്രണം ഒരു സർവ്വവ്യാപിയായ പ്രവർത്തനമാണ്. എല്ലാ സ്ഥലത്തും, എല്ലാ തലങ്ങളിലും, മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും എന്തുണ്ട്? നിയന്ത്രണമുണ്ട്. ടോപ്പ് ലെവലിലായാലും മിഡിൽ ലെവലിലായാലും ലോവർ ലെവലിലായാലും എല്ലാ തലങ്ങളിലും എന്തുണ്ട്? നിയന്ത്രണമുണ്ട്. പിന്നെ നിയന്ത്രണം മാനേജ്മെൻറ്റിൻ്റെ അവസാന പ്രവർത്തനമായിരിക്കരുത് എന്നാണ് പറയുന്നത്. നിയന്ത്രണം മാനേജ്മെൻറ്റിൻ്റെ അവസാനത്തെ പ്രവർത്തനമല്ല, ആയിരിക്കുകയുമില്ല. കാരണം ഇതൊരു ചാക്രിക പ്രവർത്തനമാണ്, സൈക്ലിക്കൽ പ്രോസസ്സാണ്. ആസൂത്രണത്തിൽ തുടങ്ങി നിയന്ത്രണത്തിൽ അവസാനിക്കുന്ന മാനേജ്മെൻറ്റ് പ്രവർത്തനം അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിയന്ത്രണം കഴിഞ്ഞാൽ വീണ്ടും പ്ലാനിങ്ങിലേക്ക്, ഓർഗനൈസിങ്ങിലേക്ക്, സ്റ്റാഫിങ്ങിലേക്ക്, ഡയറക്റ്റിങ്ങിലേക്ക്, കൺട്രോളിങ്ങിലേക്ക്, ഇങ്ങനെ ഇത് ചാക്രികമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയോ, നിയന്ത്രണം മുൻകാല പ്രകടനത്തെ വിലയിരുത്തുന്നു. നിയന്ത്രണം എന്ത് ചെയ്യുന്നു? മുൻപ് നടന്ന പ്രവൃത്തി എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അതുപോലെ നിയന്ത്രണത്തിൽ തിരുത്തൽ നടപടികൾ ഉൾപ്പെടുന്നു. അതായത് പദ്ധതികൾക്കനുസരിച്ച് യഥാർത്ഥത്തിലുള്ള പ്രവൃത്തി പദ്ധതികൾക്കനുസരിച്ച് പ്ലാൻ അനുസരിച്ചാണോ ഉള്ളത് എന്ന് നോക്കുക. പ്ലാൻ അനുസരിച്ചല്ല ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യുക? തിരുത്തൽ നടപടികൾ വേണ്ടി വരും, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ നിയന്ത്രണത്തിൽ എന്തുണ്ട്? തിരുത്തൽ നടപടികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിയന്ത്രണം ഭാവി പദ്ധതികൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ ഭാവി പദ്ധതികൾ, അതായത് നിലവിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഭാവിയിലെ പദ്ധതികൾ രൂപപ്പെടുത്താൻ നിയന്ത്രണം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കടുത്ത് നോക്കാം നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രയോജനങ്ങൾ. ബിസിനസ് നടത്തിപ്പിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ധർമ്മമാണ് ഏത്? നിയന്ത്രിക്കൽ അല്ലെങ്കിൽ കൺട്രോളിംഗ് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ആത്മാവാണ് നിയന്ത്രണം. ഒരു നിയന്ത്രണ സംവിധാനം ഒരു സംഘടനയെ വിവിധ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒന്നാമത്തെ നോക്കുക, നിയന്ത്രണത്തിലൂടെ എന്തിന് സാധിക്കുന്നു? സംഘടനാ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു. അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സഹായിക്കുന്നു. നിയന്ത്രിക്കൽ ധർമ്മം ബിസിനസ് പ്രവർത്തന പുരോഗതിയെ ഉദ്ദേശിച്ച ലക്ഷ്യവുമായി താരതമ്യം ചെയ്യുന്നു. അതായത് നിയന്ത്രിക്കൽ പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ നേരത്തെ തീരുമാനിച്ച ലക്ഷ്യവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. വ്യതിയാനമുണ്ടെങ്കിൽ തിരുത്തേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. അങ്ങനെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തെ നേടിയെടുക്കുവാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് മാനദണ്ഡങ്ങളുടെ കൃത്യത നിർണ്ണയിക്കുന്നു. അതായത് നിശ്ചയിച്ച സ്റ്റാൻഡേർഡിൻ്റെ കൃത്യത വിശകലനം ചെയ്യാൻ സാധിക്കുന്നു. മാറുന്ന പരിതസ്ഥിതിയിലെ മാനദണ്ഡങ്ങളുടെ കൃത്യത പരിശോധിക്കാൻ നിയന്ത്രണം സഹായിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു? മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നിലവാരം ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രവൃത്തികൾക്കും ചില നിലവാരങ്ങൾ എന്ത് ചെയ്യുന്നു? നിർണ്ണയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മാനദണ്ഡങ്ങളുടെ കൃത്യത, നിലവാരത്തിൻ്റെ കൃത്യത, നമ്മൾ ഓരോ പ്രവൃത്തിക്കും വെച്ചിട്ടുള്ള നിലവാരത്തിൻ്റെ കൃത്യത നിർണ്ണയിക്കുവാൻ എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നു. ആവശ്യമെങ്കിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ഇത് സഹായിക്കുന്നു.
നിലവാരം നമ്മൾ നേരത്തെ വെച്ച സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു, മാറ്റണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രാപ്തമല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ മാറ്റം വരുത്തുന്നു, യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കാൻ എന്നിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്കറിയാം ഇപ്പോൾ COVID-19 പോലെയുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, ഓരോ ഇത്തരത്തിൽ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പല നിലവാരങ്ങളും പല സ്റ്റാൻഡേർഡുകളും നമുക്ക് മാറ്റേണ്ടി വരും കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ. അതാണ് പറയുന്നത്. മൂന്നാമത്തത് വിഭവങ്ങളുടെ ഉപയോഗം കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. മേക്കിംഗ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ആവശ്യമുള്ള അത്ര നിയന്ത്രണം ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തുന്നത് കൊണ്ട് അസംസ്കൃത വസ്തുക്കളുടെ പാഴാക്കൽ കുറയ്ക്കുന്നതിന് കഴിയുന്ന കൃത്യമായ നിയന്ത്രണം, ആവശ്യമായ നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ സ്ഥാപനത്തിലുള്ള വിഭവങ്ങളുടെ പാഴാക്കൽ കുറക്കാൻ സഹായിക്കുന്നു, വേസ്റ്റേജ് കുറക്കാൻ സഹായിക്കുന്നു. അതായത് ഉള്ള വിഭവങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തേത് ജീവനക്കാരുടെ പ്രചോദനം മെച്ചപ്പെടുത്തൽ. ജീവനക്കാരുടെ മനോവീര്യം മെച്ചപ്പെടുത്തുന്നതിന് ഒരു നല്ല നിയന്ത്രണ സംവിധാനം ജീവനക്കാരുടെ പ്രവർത്തന നിലവാരവും അവരിൽ നിന്നും എന്താണ് മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നതെന്നും ഉറപ്പുവരുത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഇക്കാരണത്താൽ ജോലിയോടുള്ള താൽപ്പര്യവും ആത്മാർത്ഥതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജീവനക്കാരുടെ മനോവീര്യം ഉയർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു. പിന്നെയോ അഞ്ചാമത്തേതാണ് ജീവനക്കാരുടെ അച്ചടക്കം ഉറപ്പാക്കുന്നു. അടുക്കും ചിട്ടയും. ജീവനക്കാരുടെ അടുക്കും ചിട്ടയും അച്ചടക്കവും ഉറപ്പുവരുത്തുന്നു. എല്ലാ ജീവനക്കാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു. ഇവിടെ കൺട്രോളിങ്ങിലൂടെ എല്ലാ ജീവനക്കാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നിയന്ത്രണം ക്രമവും അച്ചടക്കവും ഉറപ്പാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഏകോപനത്തിന് സഹായിക്കുന്നു. അതുപോലെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളോർത്ത് വെക്കുക. അടുത്തത് നോക്കാം, നിയന്ത്രണത്തിൻ്റെ പരിമിതികൾ. എന്തെല്ലാമാണ് നിയന്ത്രണത്തിൻ്റെ പോരായ്മകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ട്. ഒന്നാമത്തേത് മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തേത്. സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നതിലെ വിഷമത എന്നറിയപ്പെടും. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ മാത്രമേ നിയന്ത്രണം ഫലപ്രദമാകൂ. നിയന്ത്രണം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്, നിലവാരം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ജീവനക്കാരുടെ മനോവീര്യം, തൊഴിൽ സംതൃപ്തി, ഉപഭോക്തൃ പ്രതികരണം മുതലായവ സാംഖികമായ അളവിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതായത് ഇതൊക്കെ ക്വാളിറ്റേറ്റീവാണ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല. കൃത്യമായി അളക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ജീവനക്കാരുടെ മനോവീര്യം, തൊഴിൽ സംതൃപ്തി, അതുപോലെ തന്നെ ഉപഭോക്തൃ പ്രതികരണം ഒക്കെ സാംഖികമായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അളക്കാൻ സാധിക്കില്ല. ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഒരാൾക്ക് ഇത്ര 20% സംതൃപ്തിയുണ്ട്, ഒരാൾക്ക് ഇത്ര ശതമാനം മനോവീര്യമുണ്ട്, ഒരാൾക്ക് ഇത്ര ശതമാനം ഉപഭോക്തൃ പ്രതികരണമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുവാൻ, സാംഖികമായിട്ട് എമൗണ്ടിൽ നമുക്ക് പറയുവാൻ, ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറയുവാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കൃത്യമായ നിലവാരം ക്രമീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് ബാഹ്യ ഘടകങ്ങളിൽ പരിമിതമായ നിയന്ത്രണം, അല്ലെങ്കിൽ ബാഹ്യ ഘടകങ്ങളിൽ നിയന്ത്രണമില്ല. സർക്കാർ നയം, മത്സരം, സാങ്കേതിക വിദ്യയിലെ മാറ്റം തുടങ്ങിയ ഘടകങ്ങളുടെ മേൽ ബിസിനസ് സ്ഥാപനത്തിന് ഒരു നിയന്ത്രണവുമില്ല. അത് പ്രധാനപ്പെട്ടൊരു പോരായ്മയാണ്. ബിസിനസ് സ്ഥാപനത്തിന് അകത്തുള്ള കാര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മാനേജ്മെൻറ്റിന് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ബിസിനസ് സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ് സ്ഥാപനത്തിന് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ നയം, കോമ്പറ്റീഷൻ, സാങ്കേതിക വിദ്യ, ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റം ഒക്കെ എന്ത് ചെയ്യുക, ഒരു ബിസിനസ് സ്ഥാപനത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല അല്ലേ. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ അല്ലേ നോക്കിയ എന്ന് പറയുന്ന കമ്പനി ഇന്നും ഇവിടെ വലിയ രീതിയിൽ ഉണ്ടാകുമായിരുന്നു അല്ലേ. സാങ്കേതിക മാറ്റം വന്നപ്പോൾ അല്ലേ അന്യം നിന്ന് പോയ, അല്ലെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ നിന്നും ഔട്ടായ ഒരു സ്ഥാപനം, ഒരു കമ്പനിയാണ് ഇത് നോക്കിയ അല്ലേ, അറിയാം. അപ്പോൾ അടുത്തതാണ് ജീവനക്കാരിൽ നിന്നുള്ള പ്രതിഷേധം അഥവാ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. തൊഴിലാളികളുടെ എതിർപ്പ്. സ്ഥാപനം സ്വീകരിക്കുന്ന നിയന്ത്രണ നടപടികളെ ജീവനക്കാർ എതിർത്തേക്കാം. ഇത് അവരുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുമെന്ന് അവർക്ക് തോന്നാം.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ രജിസ്റ്റർ ഉണ്ട്, അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്റർ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അത് തൊഴിലാളികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ വേണമെങ്കിൽ അത് രജിസ്റ്ററിൽ മാർക്ക് ചെയ്യാം. പക്ഷേ ഈ മെഷീനുകൾ കൊണ്ടുവന്നാൽ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് വിരൽ വെക്കുന്ന മെഷീനുകളുണ്ട്. ആ മെഷീനുകളെ കൊണ്ടുവന്നാൽ, ബയോമെട്രിക് മെഷീൻസ് കൊണ്ടുവന്നാൽ പല സർക്കാർ സ്ഥാപനങ്ങളിലും പല സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ജീവനക്കാർ അതിനെ എതിർക്കുന്നുണ്ട്, അത് ഫിക്സ് ചെയ്യുന്നതിനെ എതിർക്കുന്നുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തെ കുറക്കുമെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് അത്. പിന്നെയോ ചിലവേറിയതാണ് ഈ പറയുന്ന നിയന്ത്രിക്കൽ. അതായത് വളരെ ചിലവേറിയ ഒരു പ്രവർത്തനമാണ് നിയന്ത്രണ സംവിധാനം സ്ഥാപിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ഫലപ്രദമായിട്ടുള്ള ഒരു കൺട്രോളിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും വളരെ ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും എന്ത് ചെയ്യില്ല, ഇത് പറ്റില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോരായ്മയാണ്. അടുത്തത് നമുക്ക് നോക്കാം, ആസൂത്രണവും നിയന്ത്രണവും തമ്മിലുള്ള ബന്ധം. മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മമാണേത്? ആസൂത്രണം. മാനേജ്മെൻറ്റിൻ്റെ അവസാനത്തെ ധർമ്മമാണേത്? നിയന്ത്രണം. ഈ ആസൂത്രണവും നിയന്ത്രണവും തമ്മിൽ എന്താണ് ബന്ധമുള്ളതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആസൂത്രണവും നിയന്ത്രണവും ഒരു കോയിനിൻ്റെ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആസൂത്രണവും നിയന്ത്രണവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ആസൂത്രണവും നിയന്ത്രണവും മാനേജ്മെൻറ്റിൻ്റെ അഭേദ്യമായ ഇരട്ട ധർമ്മങ്ങളാണ്. ഒരു നിയന്ത്രണ സംവിധാനം ചില മാനദണ്ഡങ്ങളുടെ നിലനിൽപ്പിനെ മുൻകൂട്ടി കാണിക്കുന്നു. ഈ മാനദണ്ഡങ്ങൾ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർത്തിക്കുന്നു. അവ ആസൂത്രണം വഴി നൽകുന്നു. ഒരു സ്ഥാപനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുരോഗതി നിരീക്ഷിക്കുന്നതിന് നിയന്ത്രണം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നിയന്ത്രണവും ആസൂത്രണവും തമ്മിലുള്ള ബന്ധം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിയന്ത്രണവും ആസൂത്രണവും പരസ്പരം ആശ്രയിച്ചും ബന്ധപ്പെട്ടും നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഇവ രണ്ടും മാനേജ്മെൻറ്റിൻ്റെ വേർപിരിക്കാൻ കഴിയാത്ത ഇരട്ട ധർമ്മങ്ങളാണ്. ആസൂത്രണത്തിൻ്റെ അഭാവം നിയന്ത്രണത്തിനു അടിസ്ഥാന മാനദണ്ഡം നൽകുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ആസൂത്രണമുണ്ടെങ്കിലേ നിയന്ത്രണമുള്ളൂ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഫലത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡുമായി താരതമ്യം ചെയ്യാൻ കഴിയാതെ വരുന്നു. നമുക്കറിയാം, മുൻകൂട്ടി നമ്മൾ ലക്ഷ്യങ്ങൾ, സ്റ്റാൻഡേർഡുകൾ, നിലവാരങ്ങൾ ഫിക്സ് ചെയ്താൽ മാത്രമേ, നിശ്ചയിച്ചാൽ മാത്രമേ നിയന്ത്രണ പ്രകാരം നമുക്ക് യഥാർത്ഥ പ്രവർത്തനവുമായി അതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു പ്രവൃത്തിയും നേരത്തെ നമ്മൾ തീരുമാനിച്ച നിലവാരവും സ്റ്റാൻഡേർഡും തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ താരതമ്യം ചെയ്യും. ഇത്തരത്തിൽ സ്റ്റാൻഡേർഡുമായി താരതമ്യം ചെയ്യാൻ കഴിയാതെ വരും ആസൂത്രണമില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? നേരത്തെയുള്ള ഒരു നിലവാരം നമ്മളവിടെ ഉണ്ടാവില്ല, നേരത്തെ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പ്ലാൻ നടപ്പാക്കി തുടങ്ങിയാൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പുരോഗതി വിലയിരുത്തുന്നതിനും വ്യതിയാനം അളക്കുന്നതിനും തെറ്റുതിരുത്തൽ ആവശ്യമെങ്കിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടും ആസൂത്രണം ചെയ്ത രീതിയിലാണോ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ നിയന്ത്രണം ആവശ്യമാണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നിയന്ത്രണം വേണം. അപ്പോൾ എന്തുണ്ട്? പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ അത്രയും ബന്ധമുണ്ട്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇതുള്ളത്. അപ്പോൾ എന്താണ്? അപ്പോൾ പ്ലാനിങ്ങും ഇതും തമ്മിൽ അത്രയും ബന്ധമുണ്ട്. ആസൂത്രണം എന്നത് അടിസ്ഥാനപരമായി പൊതുലക്ഷ്യം നേടുന്നതിനുള്ള പല ഘടകങ്ങളെക്കുറിച്ചു ചിന്തിച്ചും വിശകലനം നടത്തിയും തീരുമാനമെടുക്കേണ്ട ബുദ്ധിപരമായൊരു പ്രവർത്തനമാണ്. അറിയാം, പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈസ് എ മെൻ്റൽ പ്രോസസ്സ്, അല്ലേ? ബുദ്ധിപരമായൊരു പ്രവർത്തനമാണ്. അതേസമയത്ത് നിയന്ത്രിക്കലോ, എടുത്ത തീരുമാനങ്ങൾ അതേപടി പൊതുലക്ഷ്യം നേടാൻ സഹായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, അല്ലേ? സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഇത്. പ്ലാനുകൾ പുനർനിർണ്ണയം നടത്തുന്നതിനും മാറ്റുന്നതിനും നിയന്ത്രിക്കൽ ധർമ്മം സഹായിക്കുന്നുണ്ട്. എന്താണ്? പ്ലാനുകൾ പുനർനിർണ്ണയം നടത്തുക, അതായത് പ്ലാനുകളിൽ മാറ്റം വരുത്തേണ്ടി വരും പല സാഹചര്യങ്ങളിലും. പ്ലാനുകൾ പുനർനിർണ്ണയം നടത്തുക, അതുപോലെ പ്ലാനുകൾ മാറ്റുക. അത് കണ്ടിട്ടില്ലേ? എന്ത് ചെയ്യും? ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടർ എസ്റ്റിമേറ്റ് ഇടും, പാലത്തിൻ്റെ പണി തുടങ്ങും. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഉൽപ്പാദന ചെലവ് കൂടും, അല്ലെങ്കിൽ പെട്ടെന്ന് തൊഴിലാളികളുടെ ചെലവ് വർദ്ധിക്കും.
അപ്പോൾ എന്ത് ചെയ്തു, നേരത്തെ ചെയ്തു വെച്ച പ്ലാൻ എസ്റ്റിമേറ്റിൽ എന്ത് ചെയ്യും, മാറ്റം വരുത്തിയിട്ടാണ് പിന്നീട് ചെയ്യുക. അതുപോലെ പ്ലാനുകൾ പുനർനിർണ്ണയം നടത്തുന്നതിനും മാറ്റുന്നതിനും നിയന്ത്രിക്കൽ ധർമ്മം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആസൂത്രണം, പ്ലാനിങ്, നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്ത കാര്യം ആക്ഷനിലേക്ക് പോകുന്നു, നടപടിയിലേക്ക് പോകുന്നു. ഈ നടപടിയെ എന്ത് ചെയ്യുന്നു, ഈ ആക്ഷൻ എന്ത് ചെയ്യുന്നു, കൺട്രോളിങ്, നിയന്ത്രിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആസൂത്രണം, നമ്മൾ ഒരു കാര്യത്തെ ആസൂത്രണം ചെയ്യുന്നു, എന്നിട്ട് നടപടിയിലേക്ക് പോകുന്നു. അതുപോലെ അത് പിന്നെ അതിനെന്ത് ചെയ്യുന്നു, ആ നടപടി എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. ഇങ്ങനെയാണുള്ളത്. ആസൂത്രണത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു നിലവാരം ഫിക്സ് ചെയ്യുന്നു, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. അത് നിയന്ത്രണത്തിൽ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കലിന് കൊടുക്കുന്നു. പെർഫോമൻസിനെ കുറിച്ചുള്ള വ്യാഖ്യാനം, ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നു, ആസൂത്രണത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാം. നിയന്ത്രണമില്ലാതെ ആസൂത്രണമില്ല, ആസൂത്രണമില്ലാതെ നിയന്ത്രണവും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും. ഓക്കെ, അടുത്തതാണ് നിയന്ത്രണ പ്രക്രിയ എന്നറിയപ്പെടുന്ന കൺട്രോളിംഗ് പ്രോസസ്സ്. നിയന്ത്രിക്കലിന് ഒരു പ്രക്രിയകളുണ്ട്. നിരവധി നടപടിക്രമങ്ങളിലൂടെയാണ് നിയന്ത്രിക്കൽ ധർമ്മം നിറവേറ്റുന്നത്. ഓക്കെ, നിരവധി നടപടിക്രമങ്ങളിലൂടെയാണ് നിയന്ത്രിക്കൽ ധർമ്മം നിറവേറ്റുന്നത് എന്ന് നോക്കാം. ഇവിടെ എന്താണ് ഒന്നാമത്തെ പറയുന്നത്, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെത്തേഡ്സ് ഫോർ മെഷറിംഗ് പെർഫോമൻസ്. ഒരു പ്രവൃത്തിയെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്, അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലവാരങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ സ്റ്റെപ്പ് കൺട്രോളിങ്ങിൽ, നിയന്ത്രണത്തിൽ. രണ്ടാമത്തേത് മെഷറിംഗ് ദി പെർഫോമൻസ്, യഥാർത്ഥ പ്രകടനത്തെ അളക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തതോ ഡസ് ദ പെർഫോമൻസ് മാച്ച് ദ സ്റ്റാൻഡേർഡ്സ്, യഥാർത്ഥ പ്രകടനവും സ്റ്റാൻഡേർഡ് പ്രകടനവും തമ്മിൽ താരതമ്യം ചെയ്യുക. അതുപോലെ അനാലിസിസ് ഡീവിയേഷൻ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ നോക്കുക. അവസാനമായിട്ട് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. ഒന്നാമത്തേത് ഏതാണ്, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് അല്ലേ, സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കൽ, മുൻകൂട്ടി സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കുക. രണ്ടാമത്തേതോ മെഷറിംഗ് പെർഫോമൻസ്, യഥാർത്ഥ പ്രകടനം അളക്കുക. മൂന്നാമത്തേതോ യഥാർത്ഥ പ്രകടനവും സ്റ്റാൻഡേർഡ് പ്രകടനവുമായി താരതമ്യം ചെയ്യുക. നാലാമത്തേതോ വ്യതിയാനത്തെ അപഗ്രഥിക്കുക. അഞ്ചാമത്തേത് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. ഇത്രയാണുള്ളത്. നമുക്ക് നോക്കാം നിയന്ത്രണ പ്രക്രിയയിൽ ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഓരോന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രകടന നിലവാരം നിശ്ചയിക്കുക, സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുക. ആദ്യഘട്ടം എന്ന് പറയുന്നത് നിയന്ത്രണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണേത്, പ്രകടന നിലവാരം നിശ്ചയിക്കുക എന്നുള്ളത്. യഥാർത്ഥ പ്രകടനം അളന്നു നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തേതോ യഥാർത്ഥ പ്രകടനം അളക്കുക. ഒരു നിലവാരം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണേത്, യഥാർത്ഥ പ്രകടനം അളക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് യഥാർത്ഥ പ്രകടനത്തെ നിശ്ചയിച്ചിട്ടുള്ള നിലവാരവുമായി താരതമ്യം ചെയ്യുക. യഥാർത്ഥ പ്രകടനവും സ്റ്റാൻഡേർഡുമായിട്ട് എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുക. നാലാമത്തേതോ വ്യതിയാനങ്ങളെ അപഗ്രഥിക്കുക, വിലയിരുത്തുക. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റം എന്തുകൊണ്ടാണ് വന്നത് എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് അപഗ്രഥിക്കുക. എന്താണ് കാരണം, എന്ത് കാരണം മൂലമാണ്, പോസിറ്റീവായിട്ടുള്ള വ്യതിയാനമാണെങ്കിൽ എന്തുകൊണ്ടാണ്, നെഗറ്റീവായിട്ടുള്ള വ്യതിയാനമാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുക. അവസാനമായിട്ട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് യഥാർത്ഥ പ്രവൃത്തിയും നിലവാരവും തമ്മിൽ നമ്മൾ വിശകലനം നടത്തിയപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, തിരുത്തൽ നടപടികൾ, പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, വ്യതിയാനങ്ങളുണ്ട് എങ്കിൽ ആ വ്യതിയാനങ്ങളെ ശരിയായ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീവനക്കാരുടെ നൈപുണ്യക്കുറവ്, നൈപുണ്യം എന്ന് പറഞ്ഞാൽ സ്കില്ലാണ്. നൈപുണ്യക്കുറവ് കൊണ്ടാണ് ഉൽപ്പാദനം ഉദ്ദേശിച്ച അളവിൽ ആർജിക്കാൻ കഴിയാത്തതെങ്കിൽ തെറ്റുതിരുത്തൽ നടപടിയായി ജീവനക്കാർക്ക് അനുയോജ്യമായ ട്രെയിനിങ് നൽകേണ്ടതാണ്. അതായത് ജീവനക്കാർക്ക് സ്കില്ല് കുറവാണ് എന്ന് കരുതാം. ജീവനക്കാർക്ക് സ്കില്ല് കുറവാണ് എന്നുള്ളതാണ് പ്രശ്നമെന്ന് നമ്മൾ കണ്ടെത്തി. സ്ഥാപനത്തിലെ നമ്മുടെ യഥാർത്ഥ പ്രവൃത്തിയും നിലവാരവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ സ്ഥാപനത്തിലെ
ജീവനക്കാർക്ക് നൈപുണ്യക്കുറവ്, സ്കില്ലിൻ്റെ കുറവുണ്ട്, ചില കഴിവുകൾ ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് തിരുത്തൽ നടപടിയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം ഭരണനിർവഹണ നിയന്ത്രണ തന്ത്രങ്ങൾ അഥവാ മാനേജീരിയൽ നിയന്ത്രണത്തിൻ്റെ സങ്കേതങ്ങൾ എന്നറിയപ്പെടുന്നത് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. ഒരു സ്ഥാപനത്തിൽ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. മാനേജീരിയൽ നിയന്ത്രണത്തിൻ്റെ സങ്കേതങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് പരമ്പരാഗത തന്ത്രങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത സങ്കേതങ്ങൾ, രണ്ടാമത്തേത് ആധുനിക സങ്കേതങ്ങൾ. പരമ്പരാഗത സങ്കേതങ്ങളിൽ വരുന്നതാണ് വ്യക്തിഗത നിരീക്ഷണം, സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്, ലാഭനഷ്ടരഹിത വിശകലനം, ബഡ്ജറ്ററി നിയന്ത്രണം എന്നിവ. ആധുനിക നിയന്ത്രിക്കൽ സങ്കേതങ്ങളിൽ പെടുന്നതാണ് നിക്ഷേപത്തിനുള്ള ഫലം, അനുപാത വിശകലനം, ഉത്തരവാദിത്ത അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, പെർട്ട് ആൻഡ് CPM, അതുപോലെ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നിവ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പരമ്പരാഗത നിയന്ത്രണ തന്ത്രങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തേതാണ് വ്യക്തിഗത നിരീക്ഷണം. വ്യക്തിഗത നിരീക്ഷണത്തിലൂടെ മാനേജർക്ക് വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കാൻ കഴിയുന്നു. തൊഴിലാളികളെ നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനുള്ള മാനസിക സമ്മർദ്ദം തൊഴിലാളികൾ രൂപപ്പെടുത്തുന്നു. അതായത് തൊഴിലാളികളെ സ്ഥിരമായിട്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, വ്യക്തിഗതമായിട്ട് തൊഴിലാളികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിനുള്ള ഒരു മാനസിക സമ്മർദ്ദം അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വ്യക്തിഗത നിരീക്ഷണത്തിലൂടെ വ്യക്തിഗതമായിട്ട് തൊഴിലാളികളെ നേരിട്ട് നിരീക്ഷിക്കുന്നതിലൂടെ അവിടെ ഒരു മാനസിക സമ്മർദ്ദം തൊഴിലാളികളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്ഥിതി വിവര കണക്കുകൾ അഥവാ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട്. ശരാശരി ഉണ്ടാവും, അതുപോലെ ആവറേജ്, അതുപോലെ ശതമാനം പെർസെൻറ്റേജ്, അതുപോലെ അനുപാതം റേഷ്യോ, അതുപോലെ കോറിലേഷൻ തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ വിവിധ മേഖലകളുടെ പ്രകടനങ്ങളെ അപഗ്രഥിച്ചു ഉപയോഗപ്രദമായ സുപ്രധാന വിവരങ്ങൾ മാനേജ്മെൻറ്റിന് ലഭ്യമാക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ബഡ്ജറ്ററി നിയന്ത്രണം. ബഡ്ജറ്ററി നിയന്ത്രണത്തിൽ ആർജിക്കേണ്ട പ്രകടനത്തെ ലക്ഷ്യത്തെ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. യഥാർത്ഥ പ്രകടനവും ലക്ഷ്യമിട്ടവും തമ്മിൽ താരതമ്യം ചെയ്ത് അത്യാവശ്യ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അവ പെട്ടെന്ന് സ്വീകരിക്കുന്നു. അതായത് ബഡ്ജറ്ററി നിയന്ത്രണത്തിൽ എന്താ പ്രത്യേകത? ആർജിക്കേണ്ട പ്രകടനത്തെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. എന്നിട്ട് യഥാർത്ഥ പ്രകടനവും ലക്ഷ്യമിട്ടതും തമ്മിൽ താരതമ്യം ചെയ്ത് അത്യാവശ്യ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എങ്കിൽ അവ പെട്ടെന്ന് സ്വീകരിച്ച് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി സഹായിക്കുന്നു. പിന്നെ ലാഭനഷ്ട വിശകലനം, അതായത് BEP ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നറിയപ്പെടും. ഇവിടെ ഉൽപ്പാദന ചെലവും ഉൽപ്പാദനത്തിൻ്റെ അളവും ലാഭവും തമ്മിലുള്ള ആന്തരിക ബന്ധങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഓരോ തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സംഭവ്യമായ ലാഭനഷ്ടങ്ങൾ എത്രയെന്നും ലാഭനഷ്ടരഹിത വിശകലനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ലാഭവും നഷ്ടവും ഇല്ലാത്ത വിൽപ്പനയുടെ അളവിനെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്നറിയപ്പെടുന്നു. ബ്രേക്ക് ഈവൻ പോയിൻ്റ് നടത്തുന്നതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് ഉൽപ്പാദന ചെലവ്, ഉൽപ്പാദന യൂണിറ്റുകളുടെ എണ്ണം, ലാഭം എന്നിവ തമ്മിലുള്ള ഒരു ബന്ധം കണ്ടെത്താൻ സാധിക്കുന്നു. വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ലാഭവും നഷ്ടവും ഇത് നിർണ്ണയിക്കുന്നു. ലാഭമോ നഷ്ടമോ ഇല്ലാത്ത അവസ്ഥയാണ് ബിന്ദുവാണ് BEP എന്നറിയപ്പെടുന്നത്, അതായത് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ഇത് കാണുന്നത് എങ്ങനെയാണ്? ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഈസ് ഈക്വൽ ടു സ്ഥിരം ചെലവ്, അതായത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള വിഹിതം, അതായത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. BEP ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ആധുനിക വിദ്യകൾ, ആധുനിക സങ്കേതങ്ങൾ. നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആധുനിക സങ്കേതങ്ങൾ. ഒന്നാമത്തേതാണ് നിക്ഷേപത്തിന്മേലുള്ള
അറ്റാദായം, നിക്ഷേപത്തിൻ്റെ ഫലം എന്നറിയപ്പെടുന്നത്. ഇവിടെ നിക്ഷേപത്തിൻ്റെ ഫലം ഒരു അളവുകോലായി ഉപയോഗിച്ചുകൊണ്ട് നിക്ഷേപത്തിനനുസൃതമായി ന്യായമായ ഫലം ലഭിക്കാൻ നിക്ഷേപങ്ങളെ മാനേജ്മെൻറ്റ് കാര്യക്ഷമമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതായത് നമ്മുടെ നിക്ഷേപത്തിന് മുകളിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് കണക്കാക്കുന്നതാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ നിക്ഷേപത്തിൻ്റെ ഫലം, നിക്ഷേപത്തിന്മേലുള്ള ആദായം എന്നർത്ഥം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു അറ്റ ആദായം, അതായത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൊത്തം നിക്ഷേപം ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ഇതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. അടുത്തതാണ് അനുപാത വിശകലനം. അനുപാത വിശകലനം ചെയ്യുന്നത് ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് വിശകലനം ചെയ്തുകൊണ്ടാണ്. അതായത് ഒരു കമ്പനിക്ക് പ്രധാനമായും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിശകലനം ചെയ്തുകൊണ്ട്, അനാലിസിസ് ചെയ്തുകൊണ്ട് വിവിധ അനുപാതങ്ങൾ കണ്ടെത്തുന്ന രീതിയാണ് അനുപാത വിശകലനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടുള്ള അനുപാത വിശകലനം, ഈ അനുപാത വിശകലനം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഏറ്റവും ഉദ്ദേശിക്കേണ്ട കാര്യം രണ്ട് വേരിയബിളിനെ കുറിച്ചുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഇത് അനുപാത വിശകലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാമാണ് അനുപാത വിശകലനങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ലിക്വിഡിറ്റി ഓർ ദ്രവണത അനുപാതങ്ങൾ, ലിക്വിഡിറ്റി റേഷ്യോ. ഹ്രസ്വകാല കടബാധ്യതകൾ നിറവേറ്റുന്നതിനുള്ള ബിസിനസ്സിൻ്റെ ശേഷി അളക്കുന്നതാണ് ഇത്. ഹ്രസ്വകാലത്തെ ചുരുങ്ങിയ കാലത്തെ കടബാധ്യതകൾ നിറവേറ്റുന്നതിനുള്ള ബിസിനസ്സിൻ്റെ സാമ്പത്തിക ശേഷി അളക്കുന്നതിനാണ് ഈ അനുപാതം കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറൻറ്റ് റേഷ്യോ, അതുപോലെ ക്വിക്ക് റേഷ്യോ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തേതാണ് സോൾവെൻസി അനുപാതം. ബിസിനസ്സിൻ്റെ ദീർഘകാല കടബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള ബിസിനസ്സിൻ്റെ സാമ്പത്തിക ശേഷി അളക്കുന്നതിനാണ് ഈ അനുപാതം കണ്ടുപിടിക്കുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അതുപോലെ ലാഭക്ഷമത അനുപാതങ്ങൾ, ബിസിനസ്സിൻ്റെ ലാഭക്ഷമത വിശകലനം ചെയ്യുന്നതിനുള്ള അനുപാതമാണ് ഇത്. ഇതിനു വേണ്ടി മുതൽ മുടക്കുമായും വിറ്റുവരവുമായും തട്ടിച്ചു നോക്കുന്ന രീതിയാണ്. മൊത്തം ലാഭാനുപാതം നമുക്ക് കാണാം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിലൂടെ, അറ്റ ലാഭാനുപാതം കാണാം നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയിലൂടെ, പ്രവർത്തനാനുപാതം കാണാം ഓപ്പറേറ്റിംഗ് റേഷ്യോയിലൂടെ. ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇതാണ് പറയുന്നത്. പിന്നെ പ്രവർത്തന അനുപാതങ്ങളുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നു. വിറ്റുവരവ് അനുപാതം, ചരക്ക് വിറ്റുവരവ് അനുപാതം, അതായത് ഇൻവെൻട്രി അനുപാതം, അതുപോലെ തന്നെ മൊത്തം ആസ്തി ടേൺ ഓവർ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ, പ്രവർത്തന മൂലധന ടേൺ ഓവർ അനുപാതം തുടങ്ങിയുള്ള ഇതൊക്കെയാണ് ഇതിൽ പ്രവർത്തന അനുപാതത്തിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, റേഷ്യോ അനാലിസിസിൻ്റെ ടൈപ്പാണ് ഇവിടെ കൊടുത്തത്. ലിക്വിഡിറ്റി റേഷ്യോയിൽ കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. സോൾവെൻസി റേഷ്യോയിൽ വരുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ടേൺ ഓവർ റേഷ്യോയിൽ വരുന്നതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഏണിംഗ് റേഷ്യോയിൽ വരുന്നതാണ് പ്രോഫിറ്റ് ഏണിംഗ് റേഷ്യോ, ഏണിംഗ് പെർ ഷെയർ. ഇതൊക്കെ എക്സാമ്പിളാണ്. പിന്നെ മൂന്നാമത്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത അക്കൗണ്ടിങ്. ഈ സംവിധാനത്തിൽ ഉത്തരവാദിത്ത അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെയും വകുപ്പുകളെയും ഡിവിഷനുകളെയും ഉത്തരവാദിത്ത കേന്ദ്രങ്ങളായി റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സായിട്ട് നിശ്ചയിക്കുന്നു. ഓരോ കേന്ദ്രങ്ങളിലെയും മാനേജർമാർക്ക് നിശ്ചിത ലക്ഷ്യം ആർജിക്കുന്നതിന് ഉത്തരവാദിത്തം കൊടുക്കുന്നു. ഉത്തരവാദിത്ത കേന്ദ്രങ്ങൾ പ്രധാനമായും ഉത്തരവാദിത്ത കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു? ഒരുപാട് തരത്തിലുണ്ട്. ഒന്ന് കോസ്റ്റ് സെൻറ്ററാണ്. ഈ കേന്ദ്രത്തിൻ്റെ മാനേജർമാർക്കാണ് ഈ വിഭാഗത്തിലെ ചിലവുകളുടെ ഉത്തരവാദിത്തം. റവന്യൂ സെൻറ്ററിലുള്ള ആൾക്കാരാണ് അടുത്തത്. വരുമാനം ആർജിക്കാനുള്ള ഉത്തരവാദിത്തം ഈ കേന്ദ്രത്തിലെ മാനേജർക്കാണ്. ലാഭകേന്ദ്രം, ഈ കേന്ദ്രത്തിലെ മാനേജർ ഒരേ സമയം ചെലവിൻ്റെയും വരുമാനത്തിൻ്റെയും ഉത്തരവാദിയായിരിക്കും. അടുത്തതാണ് നിക്ഷേപ കേന്ദ്രം, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഈ കേന്ദ്രത്തിലെ മാനേജർമാർക്ക് ലാഭം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് വിവിധ ആസ്തികളിന്മേൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതായത്
സ്ഥാപനത്തിൻ്റെ ലാഭം പരമാവധിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ അസറ്റുകളിൻ്റെ മുകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കണക്ക് പരിശോധന എന്നറിയപ്പെടുന്നത്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങളെ ചിട്ടയായും ശാസ്ത്രീയമായും വിലയിരുത്തുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മാനേജ്മെൻറ്റിൻ്റെ മികവും കാര്യക്ഷമതയും പുനരവലോകനം ചെയ്ത് ഭാവിയിൽ കുറച്ചുകൂടി പ്രകടനം മെച്ചമാക്കുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്: ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, ട്രാൻസ്പെറൻറ്റ് ആൻഡ് അക്കൗണ്ടബിൾ ആയിരിക്കണം, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഡെലിഗേറ്റഡ് ആയിരിക്കണം, പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇംപ്രൂവ്മെൻറ്റ്സ് ആയിരിക്കണം. ഇതൊക്കെയാണ് പറയുന്നത്. അടുത്തത് നോക്കാം, നെറ്റ്വർക്ക് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നെറ്റ്വർക്ക് ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് തുടങ്ങിയ നെറ്റ്വർക്ക് ടെക്നിക്കുകൾ ഉപയോഗിക്കുക. എന്താണത്? സങ്കീർണമായ പദ്ധതികളുടെ ആസൂത്രണവും നിയന്ത്രണത്തിനും വേണ്ടി വികസിപ്പിച്ചെടുത്ത നെറ്റ്വർക്ക് ടെക്നിക്കുകളാണ് CPM-ഉം PERT-ഉം. CPM എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, PERT എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ടെക്നിക്കുകൾ പ്രധാനമായും ഓരോ പദ്ധതിക്കും എടുക്കുന്ന സമയം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് സ്ഥാപനത്തിൻ്റെ ഓരോ പ്ലാനും ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ പദ്ധതികളിലെ സ്ഥാപനങ്ങളുടെ ഓരോ പദ്ധതികൾക്കും ഓരോ പ്ലാനുകൾക്കും എടുക്കുന്ന സമയം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏത്? നെറ്റ്വർക്ക് ടെക്നിക്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണത്? ഒരു സ്ഥാപനത്തിലെ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇത്, ഈ ടെക്നിക്കുകൾ. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു സ്ഥാപനത്തിലെ ഓരോ പദ്ധതികളും ചെയ്യുന്നതിന് പൂർത്തീകരിക്കുന്നതിന് എത്ര സമയമെടുക്കുമെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും യുക്തിസഹമായി ക്രമീകരിക്കുന്നു. പ്രവർത്തനങ്ങളുടെ ക്രമം കാണിക്കുന്നതിന് ഒരു നെറ്റ്വർക്ക് ഡയഗ്രം, ഒരു ചിത്രം വരക്കുന്നു. ഓരോ പ്രവർത്തനത്തിനും സമയക്കണക്കുകൾ, ഓരോ പ്രവൃത്തിയും ഒരു പദ്ധതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിന് എത്ര സമയം വേണമെന്ന് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. പദ്ധതി പൂർത്തിയാകുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം, അതുപോലെ ഏറ്റവും ന്യായമായ സമയം, ഏറ്റവും കൂടിയ സമയം, ഇങ്ങനെയൊക്കെയുള്ള സമയക്രമം എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതായാലും എടുക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കാര്യക്ഷമമായിട്ട് എങ്ങനെ കാര്യം ചെയ്ത് പൂർത്തിയാക്കാം, ഒരു പദ്ധതി പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് ധാരണ കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. ഒരു പ്രവൃത്തി ചെയ്തു തീർക്കുന്നതിന് ഇവിടെ A എന്ന് പറയുന്ന പ്രവൃത്തിയിൽ നിന്നും E എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്കാണ് എത്തേണ്ടത്. ഈ മൊത്തം Aയിൽ നിന്നും Eയിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രവർത്തനം പൂർത്തിയാകുന്നത്. അത്തരത്തിൽ Aയിൽ നിന്നും 3 രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് പ്രവർത്തനത്തെ പൂർത്തീകരിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, എയുടെ സമയം, A എന്ന് പറയുന്ന പ്രവൃത്തിയുടെ സമയം 10 മിനിറ്റാണ്. B എന്ന് പറയുന്ന പ്രവൃത്തിയുടെ സമയം 15-20 മിനിറ്റാണ്. അടുത്തത് 5 മിനിറ്റാണ്. അടുത്ത 10 മിനിറ്റാണ്. അങ്ങനെയാണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കറിയാം ഏറ്റവും നല്ലത് ഏതാണ് എന്നുള്ളത്. ഇതിൽ നിന്ന് ഏറ്റവും നല്ലത് ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും നല്ലത് ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എന്ത് ചെയ്യുന്നു? ഏറ്റവും നല്ലത് ടോട്ടൽ ഫ്ലോട്ട്, അതായത് ഏറ്റവും നല്ലത് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ പാത്ത് ചുവപ്പിൽ കാണിച്ചാണ് ക്രിട്ടിക്കൽ പാത്ത്, ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത്. പച്ചയിൽ കാണിച്ചതാണ് ഏത്? ഏറ്റവും നല്ല പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? വരുന്നത് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് പെർട്ടിൻ്റെ സമയം. പെർട്ടിന് ഓരോന്നിനും സമയം കൊടുത്തിട്ടുണ്ട്. ഇതിലും എങ്ങനെ തന്നെയാണ് ഒരു പ്രവൃത്തി ഏത് രീതിയിൽ എത്ര സമയത്തിനുള്ളിൽ എത്ര എളുപ്പത്തിൽ ചെയ്ത് തീർക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത്. അടുത്തതാണ് മാനേജ്മെൻറ്റ്. അതവിടെ പറയുന്ന വേറെ കാര്യമുണ്ട്. നെറ്റ്വർക്കിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാതയെ നിർണായക പാത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നു. ക്രിട്ടിക്കൽ പാത്ത് പറഞ്ഞാൽ എന്താ? നെറ്റ്വർക്കിൽ ഒരു ജോലി ചെയ്ത് തീർക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് ഏതാണോ അതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നത്. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ആവശ്യമെങ്കിൽ ഇവിടെ പദ്ധതി പരിഷ്കരിക്കാനൊക്കെ പറ്റും. പിന്നെ ആറാമത്തേത് അവസാനത്തെ ടെക്നിക്കാണ് പറയുന്നത് മാനേജ്മെൻറ്റ് വിവര സംവിധാനം. കാര്യക്ഷമമായ
തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മാനേജ്മെൻറ്റിന് കൃത്യമായ വിവരങ്ങൾ യഥാസമയത്ത് നൽകേണ്ടതുണ്ട്. ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിവരങ്ങളും പിന്തുണയും നൽകുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സംവിധാനമാണ് മാനേജ്മെൻറ്റ് വിവര സംവിധാനം എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിനുള്ളിലെ, ഒരു മാനേജ്മെൻറ്റിനുള്ളിലെ വിവരങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിനും എത്തിച്ചു കൊടുക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് മാനേജ്മെൻറ്റ് വിവര സംവിധാനം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. വിവര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയിട്ട് മാനേജ്മെൻറ്റിന് പുതിയതും കൃത്യവുമായ വിവരങ്ങൾ എടുക്കുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റുകൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് അതിൻ്റെ ഒരു സിസ്റ്റം പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, ഓപ്പറേഷൻ, മോണിറ്ററിംഗ്, റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക്